കർത്താവിൽ പ്രിയരെ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ചില വിഷയങ്ങൾ പരമ്പരയായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസം, മുസ്ലിം പണ്ഡിതർ ക്രിസ്ത്യൻ പണ്ഡിതരോട് ചോദിക്കുന്ന ആശയ സംവാദങ്ങൾ, ഒപ്പം ഒരു സാധാരണ വിശ്വാസി ഇസ്ലാമിൻ്റെയും ക്രൈസ്തവതയുടെയും അന്തരം, ആ വ്യത്യാസം അറിയാൻ ഉള്ള അതുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട പരമ്പരയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, പിന്നെ മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യഹോവയായ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുണ്ടാകാവുന്ന സംശയങ്ങളുടെ ഒരു പരമ്പരയാണ് ഞാനിവിടെ വിവക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട്, ഓരോ ദിവസം കുറച്ചായിട്ട് നമുക്ക് ഈ വിഷയം തുടരാം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു പോകാം. എങ്കിലേ അതൊരു യൂണിഫോമിറ്റി, ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ടാലേ ഇത് മനസ്സിലാവൂ. പറയാൻ കാരണം, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. കർത്താവിനെ അറിയുകയും പിന്നെ കർത്താവായ ക്രിസ്തുവിനെ സ്വീകരിച്ച് യഹോവയായ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ടൊരു ദൈവ പൈതലാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ് ആ സമുദായത്തിൽ, പ്രത്യേകിച്ച് ആ സമുദായത്തിന് ഒപ്പം സംശയം തോന്നുന്നവർക്കൊക്കെ അത് റിലേറ്റഡായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നടത്തിക്കുക എന്നൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും ഓരോ പരമ്പരയിലേക്ക് കടക്കാം. യേശുവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നാകാം. യേശു വാസ്തവമായി ക്രൂശിൽ മരിച്ചുവോ എന്നതാണ് ഇന്നത്തെ വിഷയം. ചരിത്രം യേശുവിൻ്റെ മരണത്തിന് സാക്ഷ്യം നൽകുന്നു. യഹൂദ ചരിത്രകാരന്മാരും റോമൻ ചരിത്രകാരന്മാരും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് സാക്ഷിക്കുന്നു. കൂടാതെ ക്രിസ്തീയ സഭയും ധീരന്മാരായി മാറിയ ശിഷ്യന്മാരുടെ രക്തസാക്ഷി മരണവും ഒഴിഞ്ഞ കല്ലറയും എല്ലാം യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷികളാണ്. ഖുർആനും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. സൂറത്ത് 19, മറിയം 33. എൻ്റെ ജനനനാളിലും മരണനാളിലും ഞാൻ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം. പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതായിട്ട് ഖുർആൻ പറയുന്നു. സൂറത്ത് 2, ബഖറ, പശു 87 വാക്യം. യേശു പ്രവാചകൻ ആയിരുന്നല്ലോ, മറ്റു പ്രവാചകന്മാരെ കൊല്ലാമെങ്കിൽ യേശുവിനെയും കൊല്ലാം. സൂറത്ത് 3, ഇമ്രാൻ, ആലും ഇമ്രാൻ, കുടുംബം 55 വാക്യം. ഉയർത്തുക. ഇന്നി മുതവഫിക, മീനിങ്, അർത്ഥം മരണം. സൂറത്ത് 19, മറിയം 34, 35. ഇവിടെ പറയുന്ന മരണനാൾ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് മരിക്കുന്നതായിട്ടാണെന്ന് മുസ്ലിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഒരു ചോദ്യം: അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് മരിക്കാമെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് മരിച്ചുകൂടാ? അന്തിക്രിസ്തുവിനെ തോൽപ്പിക്കാൻ വന്നിട്ട് മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പാപപരിഹാരത്തിനായി മരിച്ചു എന്ന് പറയുന്നതല്ലേ നല്ലത്? ബൈബിൾ പ്രകാരം അന്തിക്രിസ്തുവിനെ യേശു തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പകര മരണത്തിനുള്ള മറുപടി നോക്കാം. ഒരാൾക്ക് പകരമായി മറ്റൊരാളെ തെറ്റായ നിലയിൽ അവതരിപ്പിക്കുന്നത് വഞ്ചനാപരമായ പ്രവൃത്തിയായി സർവശക്തൻ കരുതാതിരിക്കുമോ? ആൾമാറാട്ടം നടത്തിയെന്ന് ആരോപിക്കുന്നത് ദൈവത്തിന് എതിരെയായിട്ടാണ്. അതിനാൽ മുസ്ലിങ്ങൾ ദൈവത്തെ കുറ്റക്കാരനാക്കുകയാണ്. ദൈവത്തിന് സകലവും ചെയ്യാനുള്ള അധികാരവും ഉണ്ട് എന്നതിനാൽ സർവശക്തനായ ദൈവം തൻ്റെ ശക്തി ധാർമ്മികമായി തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമോ?
അത് ദൈവദൂഷണം അല്ലേ? യൂദ 1. യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. അവർ യൂദായെ തിരിച്ച് അറിയുമായിരുന്നു. 2. യേശുവല്ല ക്രൂശിക്കപ്പെട്ടതെങ്കിൽ ക്രൂശിക്കപ്പെട്ട വ്യക്തിക്ക് അറിയാമല്ലോ താൻ യേശുവല്ല എന്ന്. അവൻ മിണ്ടാതിരിക്കുമോ? തീർച്ചയായും അവൻ നിലവിളിക്കും, ഞാൻ യേശുവല്ല എന്ന്. യോഹന്നാൻ 10:26-27. മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളുവാനാണ് ദൈവം ഉദ്ദേശിച്ചതെങ്കിൽ യഹൂദന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി യേശുവിൻ്റെ സമീപേ നിന്ന നിർദോഷിയായ ഒരാളെ ശിക്ഷിക്കുവാൻ ദൈവം എന്തുകൊണ്ട് താല്പര്യം കാണിച്ചു? ഈ പ്രവൃത്തി മൂലം എന്ത് നേട്ടമാണ് ഉണ്ടായത്? തങ്ങൾ യേശുവിനെ ക്രൂശിച്ചു എന്നുള്ള സംതൃപ്തി യഹൂദജനത്തിന് ഉണ്ടാകുവാൻ വേണ്ടി മാത്രം നിർദോഷിയായ ഒരാളെ ദുരിതപൂർണമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ശിഷ്യന്മാർ കണ്ടത് അത് യേശു തന്നെയാണെന്നാണ്. അവർ പോയ സ്ഥലങ്ങളിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, അതിനായി മരിച്ചു. അവരുടെ പ്രസംഗം ദൈവത്തിൻ്റെ വഞ്ചനാപരമായ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നുവോ? ലോകത്തിലെ 2/3 ജനങ്ങളും യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പകരമരണം എന്ന ഈ സിദ്ധാന്തം തെളിയിക്കുന്നത് ദൈവം ക്രൂരനും അവിശ്വസ്തനുമാണോ? ഒരു നിർദ്ദേശിയുടെ മരണത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ മരണത്തിനോ ദൈവത്തിന് യാതൊരു ചിന്തയുമില്ല എന്ന് വരികയും ചെയ്യും. അതിനാൽ പകരമരണ സിദ്ധാന്തം തെറ്റാണ്, പൊളിയാണ്. ക്രൂശിക്കപ്പെട്ടത് ആരെന്ന് കൃത്യമായി പറയുക, ആരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്ലാമിലുള്ളവർ തന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ചിലർ പറയുന്നു യൂദയാണ്, ചിലർ പറയുന്നു കുറേനക്കാരനായ ശീമോനാണ്, ചിലർ പറയുന്നു യേശു തന്നെയാണ് ക്രൂശിക്കപ്പെട്ടത്. എന്നാൽ ചിലർ പറയുന്നു യേശു ക്രൂശിക്കപ്പെട്ടു, പക്ഷേ മരിച്ചില്ല, മോഹാലസ്യമായിരുന്നു. ക്രിസ്ത്യാനികൾ ഊഹാപോഹങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്ന ഇവരല്ലേ ഊഹാപോഹങ്ങളിൽ ജീവിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് ഊഹാപോഹങ്ങളില്ല. ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളും യേശു മരിച്ചു, 3-ാം നാൾ ഉയർത്തു എന്ന് വിശ്വസിക്കുന്നവരാണ്. യേശു മരിച്ചില്ല എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വന്തം അണികൾക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത നിലയിൽ വ്യക്തമായി പറയാമായിരുന്നു. ഇനി ഖുർആൻ്റെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്ത് 4 സ്ത്രീകൾ 157-58 വാക്യങ്ങൾ. അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമിൻ്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. യേശു മരിച്ചിട്ടില്ലെന്ന് ഇവർക്ക് തെളിയിക്കാനാകുമോ? കൂടെ ജീവിച്ചവരും കൂടെ നടന്നവരും സമകാലിക ചരിത്രകാരന്മാരും സാക്ഷിക്കുമ്പോൾ ഖുർആനിലെ ഒരു വാക്യം ഏതെങ്കിലും കോടതി തെളിവായി എടുക്കുമോ? മഹാത്മാഗാന്ധിയെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നും അത് സമകാലികരായ മനുഷ്യരും രേഖകളും ഇന്നുണ്ട്. ഇനി 600 വർഷം ശേഷം ഒരുവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചതല്ല, ഇങ്ങനെ ഒക്കെ പ്രസ്താവിച്ചാൽ എന്തായിരിക്കും അയാളെക്കുറിച്ച് കരുതുക? ഭ്രാന്തെന്നേ കരുതും. ഇതിലും വലിയ ഒരു വിഡ്ഢിത്തമാണ് ഖുർആൻ്റെ പ്രഖ്യാപനം. ഇനി മറ്റൊരു വിഷയം കൂടി ഇതിനോടൊപ്പം നമുക്ക് കണക്ട് ചെയ്യാം. പാപപരിഹാരത്തിനായി മരിച്ചു എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടോ? മാർക്കോസ് 10:45 മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ
മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മത്തായി 20:28. യെശയ്യാവ് 53:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയാൽ തന്നെ. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്ത് സന്ദർശിക്കുമ്പോൾ നേരത്തെ കാര്യങ്ങൾ വരവ് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. വരുന്നതിൻ്റെ ഉദ്ദേശവും തീരുമാനിച്ചിരിക്കും. വരുന്നത് എന്നാണെന്ന് മറ്റു രാജ്യക്കാരെ അറിയിക്കുകയും ചെയ്യും. വന്നതിന് ശേഷമല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്. വന്നതിന് ശേഷം ഞാൻ ഇന്ന ആളാണ്, ഇന്നതിനാണ് വന്നത് എന്നൊക്കെ പറയേണ്ട ആവശ്യവുമില്ല. വിട്ടവർക്കും അറിയാം, വന്നയാൾക്കും പോയ ആൾക്കും അറിയാം. അതുപോലെ യേശുവിൻ്റെ വരവും മുന്നമേ നിശ്ചയിച്ചതായിരുന്നു. ബൈബിൾ പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട് എന്ന്. എഫെസ്യർ 1:4, 3:10, വെളിപ്പാടിൻ്റെ 13:8, 17:8, 1 പത്രോസിൻ്റെ 1:20. ഏദൻ തോട്ടം മുതൽ ദൈവം ഇതിനായി ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. അത് പ്രവാചകന്മാരിലൂടെ അറിയിച്ചു. വരുന്ന സ്ഥലം, കാലം, പേര്, വരവിൻ്റെ ഉദ്ദേശം എല്ലാം ഉൽപ്പത്തി 3:15, യെശയ്യാവ് 53, മീക്ക 5:2, യെശയ്യാവ് 14, സങ്കീർത്തനം 22. മത്തായി അത് ഓരോന്നും പ്രവചന നിവൃത്തിയാണെന്ന് തെളിയിച്ചു. മത്തായി 1:23, 2:6, 18, 3:3, 4:16. യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായി വന്നയാളാണ്. അയാൾ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. മന്ത്രിമാർക്ക് നേതാക്കന്മാർക്ക് മുന്നോടിയായി യാത്ര ചെയ്യുന്നവരാണ് പിന്നാലെ വരുന്നവരെ പരിചയപ്പെടുത്തുന്നത്. അയാൾ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. താൻ ആരാണെന്ന ബോധ്യമില്ലാത്ത സംശയമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. യേശുവിന് വഴിയൊരുക്കാനായി വന്ന യോഹന്നാൻ യേശു ആരാണെന്നും എന്തിന് വന്നുവെന്നും പ്രഖ്യാപിച്ചു. യോഹന്നാൻ 1:29, 36. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിൻ്റെ ജനന വാർത്ത യോസഫിനെ അറിയിച്ച ദൂതൻ്റെ വാക്കുകൾ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:21. ലൂക്കോസ് 2:10, 11. ദൂതൻ പറയുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യേശു എന്തിനു വന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2:24. പത്രോസ്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യോഹന്നാൻ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഇനിയും യേശു തന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. മാർക്കോസ് 10:45. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ പ്രായശ്ചിത്തം മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മത്തായി 26-28. ഇത് അനേകർക്ക് വേണ്ടി മത്തായി 2:26-28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തം. ശ്രദ്ധിക്കണം, മത്തായി 26:28 വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തം. യേശു ചൊരിയുന്ന രക്തം പാപമോചനത്തിനാണെന്ന് യേശു തന്നെ പറയുന്നു. ലൂക്കോസ് 24:46-47 വാചകങ്ങൾ നോക്കാം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു എന്നും പറഞ്ഞു.
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യേശു തന്നെ താൻ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുക, ഹൃദയസ്ഥമാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ